ഭയം നമുക്കും നമ്മുടെ ലക്ഷ്യത്തിനും നടുക്ക് നിൽക്കുന്ന ചൈനീസ് വൻമതിൽ. പക്ഷെ പല ആൾക്കാരും ഭയത്തിനെ നേരിടുന്നതിന് പകരം അതിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും UPSC PSC ഉദ്യോഗാർത്ഥികൾ. നിങ്ങൾക്ക് മാത്സ് പഠിക്കുന്നത് ഭയമാണെങ്കിൽ മാത്സ് പഠിക്കാതിരിക്കും. കട്ട് ഓഫിനെ പറ്റി ഭയമാണെങ്കിൽ പരീക്ഷ തോറ്റുപോകുമെന്നുള്ള ഭയം കൊണ്ട് പരീക്ഷ എഴുതാതിരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനേ പോകില്ല. ഓടാൻ തീരുമാനിച്ചാൽ ലൈഫ് ലോങ് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. ഭയത്തെ നേരിടാൻ, തോൽപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം അതിനെ നേർക്ക് നേരിടുക എന്നുള്ളത് തന്നെയാണ്. അതായത് അതിൽ നിന്നും ഒളിച്ചോടാതെ അതിനെ കൺഫ്രണ്ട് ചെയ്യുക. സൈക്കോളജി നമ്മൾ അതിനെ എക്സ്പോഷർ എന്നൊക്കെ പറയും. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പം ഡ്രൈവിംഗ് ഭയമാണെങ്കിൽ കൂടുതൽ സമയം ഡ്രൈവിങ്ങിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. അപ്പോൾ നമ്മുടെ തലച്ചോറിനൊരു സിഗ്നൽ കിട്ടും, ആ ഡ്രൈവിംഗ് അത്ര പ്രശ്നമുള്ളൊരു പരിപാടിയല്ല, നമ്മൾ മനസ്സ് വെച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് അതെന്ന് നമുക്ക് നമ്മുടെ തലച്ചോറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് സ്റ്റഡീസിന്റെ കാര്യവും. എക്സ്പോഷർ കൂടുന്നതനുസരിച്ച് ഭയം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എന്നൊരു സബ്ജക്ട് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ആ സബ്ജക്ട് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുക. കട്ട് ഓഫിനെ കുറിച്ച് ഭയമുണ്ടെങ്കിൽ ധാരാളം മോക്ക് ടെസ്റ്റുകൾ എഴുതി ആ ഭയത്തെ ഒഴിവാക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ ഭയമെങ്കിൽ റിവിഷൻ നടത്തുക. പൊതുവെ മാർക്ക് കുറയുന്നു എന്നാണ് നിങ്ങളുടെ ഭയമെങ്കിൽ എലിമിനേഷൻ ടെക്നിക്സ് മറ്റ് സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് മാർക്ക് കൂട്ടാൻ ശ്രമിക്കുക. അല്ലാതെ ഭയത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. ഫിയർ അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്നത് ഇതിന് ആക്ച്വലി ഒരു സിഗ്നൽ ആണ്. നമ്മൾ എവിടെയാണ് ഗ്രോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിന്റെ കൃത്യമായ സിഗ്നലാണ് ഭയം. ആ സൂചന തിരിച്ചറിഞ്ഞ് നമുക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഭയത്തെ യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങളെ കൊണ്ട് അത് സാധിക്കും. ഈ യാത്രയിൽ പേടിച്ച് പ്രശ്നമായിട്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഭയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവരുടെ യാത്രയിൽ നിങ്ങൾ ഒരു നിമിത്തമാകട്ടെ. എല്ലാവരും ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഫിയർലെസ്, ഫിയർ എന്നല്ല ഫിയർലെസ് എന്ന് കമന്റ് ചെയ്യുക. പുഷ് ദ കോമ്പറ്റീഷൻ.